ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. IPL ഓപ്ഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ടീമുകളും തങ്ങളുടെ ടീമിൽ പറ്റാവുന്നത്രയും മാക്സിമം നല്ല താരങ്ങളെയൊക്കെ ലേലത്തിൽ പിടിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ടെന്ന് പറയുന്നത് ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളും വിശകലനങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IPL തുടങ്ങാനായിട്ട് ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ട് എന്നുള്ളത്. മാർച്ചിലാണ് IPL തുടങ്ങുന്നത് നമുക്കറിയാം. 2 മാസം നീണ്ടു നിൽക്കുന്ന ഒരു മഹാമേളയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഈ IPL ഇപ്പോൾ ഈ എല്ലാ ടീമും സെറ്റായ സ്ഥിതിക്ക് നമ്മൾ ഓരോ ടീമുകളെ പറ്റിയുള്ള വിശകലനങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേറ്റവും ആദ്യം നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ഈ സൗത്തിൽ നിന്നാണ്. നമ്മൾ കേരളം ഈ അറ്റത്ത് തെക്കുവശത്ത് കിടക്കുകയാണല്ലോ ഇന്ത്യയുടെ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് അങ്ങനെ മുകളിലേക്ക് പോവാം. ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വെസ്റ്റ് സൈഡ് വഴി കറങ്ങി നോർത്ത് വഴി നമുക്ക് ഈസ്റ്റിൽ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കേരളത്തിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടീം എന്ന് പറയുന്നത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ്. IPLന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ വർഷവും സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പായിട്ട് വരികയും പക്ഷേ ഈ 17 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും കപ്പിൽ മുത്തമിടാൻ സാധിക്കാതെ പോയ ഒരു ടീമാണ് RCB എന്നറിയാം. പക്ഷെ എന്നാൽ പോലും ലോകത്ത് ഫാൻ ബേസിന്റെ കാര്യത്തിൽ ഏറ്റവും ടോപ്പ് ടീമുകളെ 5 പ്രാവശ്യം വീതം IPLൽ കപ്പ് നേടിയിട്ടുള്ള മുംബൈ ഇന്ത്യൻസിന്റെയും ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും ഒപ്പം നിൽക്കുന്ന ടീമാണ് RCB എന്ന് നമുക്കറിയാം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, വിരാട് കോഹ്ലിയെ പോലെ ഒരു മഹാരഥനായിട്ടുള്ള ഒരു കളിക്കാരൻ ആ ടീമിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആരാധകരും RCBക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൂടെയുണ്ട് എന്നുള്ളതാണ്. ഈ ഓപ്ഷനിലൊക്കെ സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ് RCB ഒരു താരത്തെ വിളിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ ചെന്നൈ ഒരു താരത്തെ വിളിച്ചെടുക്കുമ്പോൾ ആ ഗാലറിയിൽ നിന്ന് വലിയ കരഘോഷങ്ങളും ഒച്ചകളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. എല്ലാ വർഷവും പലപ്പോഴും പല പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ അവരുടെ ഓപ്ഷനിൽ വരുന്ന മിസ്റ്റേക്കുകളൊക്കെ കാരണം പലപ്പോഴും അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കാതെ പോവാറുണ്ട്. പക്ഷേ ഈ വർഷം അവർ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ടീമിനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ടീമിനെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അവരുടെ ഒരു ഈ RCBയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഇന്ന് രാവിലെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണെന്ന് തോന്നുന്നു. ഈ IPLൽ നമ്മൾ 14 മാച്ചുകൾ കളിക്കുന്നുണ്ടെങ്കിൽ അതിൽ 7 മാച്ചുകളും കളിക്കുന്നത് നമ്മുടെ ഹോം ഗ്രൗണ്ടിലായിരിക്കും. അപ്പോൾ RCBയുടെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയമാണ് ബാംഗ്ലൂരിലെ. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ പിച്ച് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാറ്റിംഗ് വിക്കറ്റുകളിൽ ഒന്ന് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതൊരു ചെറിയ ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ സിക്സറുകൾ നേടുക എന്നുള്ളത് വളരെ ഈസിയാണ്. അപ്പോൾ ബാറ്റിംഗ് പിച്ചാണ്, ഒപ്പം തന്നെ സിക്സറുകൾ അടിക്കാനായിട്ട് ഈസി ആയതുകൊണ്ട് തന്നെ ഒരു ബിഗ് സ്കോറിംഗ് ഗ്രൗണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് തന്നെ 180, 190 പല മാച്ചുകളിലും 200-ന് മുകളിൽ പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള RCBയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ബാറ്റർമാരെ കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു ടീമാണ് എപ്പോഴും അവർ സെറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. AB ഡി വില്ലിയേഴ്സും ക്രിസ് ഗെയിലും വിരാട് കോഹ്ലിയൊക്കെ ഒരുമിച്ച് കളിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ബോളിങ്ങിൽ മാത്രം അവർ അധികം ഫോക്കസ് ചെയ്യാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ സ്കോർ നേടിയാലും മറ്റേ ടീം ചേസ് ചെയ്യും, അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒക്കെ ഔട്ടാകുമ്പോൾ കളി തോക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇത്ര വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അവരുടെ ഒരു ടീമിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ടീമിലും അവർ ബോളിങ്ങിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അവിടെ അൽസാരി ജോസഫിനെയും ടോം കർണയെയും ലോക്കി ഫർഗ്യൂസിനെയൊക്കെ പോലെയുള്ള താരങ്ങളെ വെച്ചിട്ടാണ്. ഈ അൽസാരി ജോസഫിന്റെ ഒരു ശരാശരി എന്ന് പറയുന്നത് തന്നെ 11-ന് മുകളിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബോളിംഗ് യൂണിറ്റിനെ വെച്ചിട്ട് ഈ ചിന്നസ്വാമിയിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഈസി അല്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ചിന്നസ്വാമിയുടെ ഒരു സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് അവിടുത്തെ ഒരു പിച്ച് അല്ലെങ്കിൽ ആ ഗ്രൗണ്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞാലാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി RCBയുടെ ടീം ഈ വർഷത്തേക്ക് നമ്മൾ വരുമ്പോൾ ഒരു സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ബാറ്റിംഗ് യൂണിറ്റിനെ തന്നെ ഈ വർഷവും അവർ നിലനിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ടോപ്പ് ടു ബോട്ടം നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി ആയിരിക്കും ഓപ്പണിംഗിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ ഫിൽ സോൾട്ട് എന്ന് പറയുന്ന ഒരു എക്സലന്റ് ആയിട്ടുള്ള പിക്കാണ് അദ്ദേഹം ഇംഗ്ലണ്ടിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്, ഒരു ടോപ്പ് ക്ലാസ് ബാറ്റർ ആണ് എന്നുള്ളതാണ്. അവർ ആ ഫിൽ സോൾട്ടിനെ കൊണ്ടുവന്നപ്പോൾ അവർ വിട്ടുകളഞ്ഞ ഒരു താരം എന്ന് പറയുന്നത് വിൽ ജാക്സ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്പണിംഗ് ബാറ്ററാണ്. അത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള താരമാണ്, അദ്ദേഹത്തിനാണ് വിട്ടുകളഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ വിൽ ജാക്സിനെ മുംബൈ ഇന്ത്യൻസ് ആണ് വിളിച്ചെടുത്തത്. പക്ഷേ മുംബൈ ഇന്ത്യൻസ് വിളിച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ RCBക്ക് RTM ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ RCB ഉപയോഗിച്ചില്ല. ഉടനെ തന്നെ ആ ഓപ്ഷൻ ടേബിളിൽ നമ്മൾ കണ്ടു ഈ ആകാശ് അംബാനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട്, മുംബൈ ഇന്ത്യൻസിന്റെ ഓണറാണ് അദ്ദേഹം, അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ഈ RCBയുടെ ഓണർമാർക്ക് ഷെയ്ക്കാൻ കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വിൽ ജാക്സനെ RTM ഉപയോഗിക്കാത്തതെന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനൊരു സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. വിൽ ജാക്സ് ഒരു എക്സലന്റ് പ്ലെയർ ആണ് എന്ന് ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ അതിന് പറ്റുന്ന അല്ലെങ്കിൽ അതിന് തക്ക ഒരു കൂടെ നിൽക്കുന്ന ഒരാളാണ് ഫിൽ സോൾട്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്.
ഇനി 1 ഡൗൺ പൊസിഷനിലേക്ക് അവർ റീറ്റെയിൻ ചെയ്ത താരമുണ്ട്, രജത് പട്ടിദാറുണ്ട്. 2 ഡൗൺ പൊസിഷനിലേക്ക് വീണ്ടും ഒരു പവർ ഹിറ്റിംഗ് ബാറ്റർ ആയിട്ടുള്ള ലിയാം ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന ഇംഗ്ലീഷ് താരത്തിനെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ രണ്ട് പ്രധാനപ്പെട്ട ബാറ്റിംഗ് പൊസിഷനിലേക്ക്, ഒന്ന് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിട്ടുള്ള ജിതേഷ് ശർമ്മയും മറ്റൊന്ന് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് അവർ ഈ വർഷം നേടിയെടുത്ത മറ്റൊരു താരമായ ടിം ഡേവിഡുമാണ്. ഈ 6 താരങ്ങളായിരിക്കും അവരുടെ ഈ ആദ്യത്തെ 6 സ്ലോട്ടിൽ വരിക എന്നുള്ളതാണ്. ഇനി ഒരു സ്പിന്നറാണ് വേണ്ടത്. അതൊരു സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന കൃണാൽ പാണ്ഡ്യ ഒരു നമ്പർ 7 പൊസിഷനിലുണ്ടാവും. പിന്നെ നമ്പർ 8 പൊസിഷനിൽ വീണ്ടും വേണമെങ്കിൽ ഒരു സ്പിന്നറിനെ കളിപ്പിക്കാം. അത് സുയാസ് ശർമ്മയാണ്. 2 സ്പിന്നർമാരേ ഉള്ളൂ അവരുടെ ടീമിൽ. പ്രധാനമായിട്ട് ഈ 2 സ്പിന്നർമാരാണ് സുയാസ് ശർമ്മയും അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ. അപ്പോൾ ഒരു നമ്പർ 8. ഇനി 3 ഫാസ്റ്റ് ബോളർമാരാണ്. ആ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴാണ് അവർ നല്ല രീതിയിൽ ഈ ഓപ്ഷനിൽ പിക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നു. ഒന്ന് ഭുവനേശ്വർ കുമാറിനെയാണ്. ഭുവനേശ്വർ കുമാർ ഒരു ടോപ്പ് ക്ലാസ് പിക്ക് ആണെന്നാണ് ഞാൻ പറയുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് ജോഷ് ഹേസിൽവുഡ് ആണ്. ജോഷ് ഹേസിൽവുഡും അതുപോലെ തന്നെ നല്ലൊരു പിക്കാണ്. അദ്ദേഹത്തിന് നന്നായിട്ട് ബോൾ ചെയ്യാൻ സാധിക്കും. ഇതിനു മുമ്പ് അദ്ദേഹം RCBയുടെ താരമായിരുന്നു താരം. പിന്നെ ഒരാൾ എന്ന് പറയുന്നത് യഷ് ദയാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അവർ ഈ റിട്ടേൺ ചെയ്ത കൂട്ടത്തിൽ പെട്ടിരുന്നു. അപ്പോൾ ഈ 3 ഫാസ്റ്റ് ബോളർമാർ, 2 ഇന്ത്യൻ ഫാസ്റ്റ് ബോളറും ഒരു ഫോറിൻ ഫാസ്റ്റ് ബോളറിനെയുമാണ് അവർ നിലനിർത്തിയിരിക്കുന്നത്. കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇതായിരിക്കും അവരുടെ ഒരു 11 എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്ന ഒരു 11 എന്ന് പറയുന്നത്. ഇനി അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലേക്ക് വരുന്നത് 2 ഫാസ്റ്റ് ബോളർമാരെ വേണമെങ്കിൽ അവർക്ക് ഒരു എന്താ പറയുക, ഒരു ഇമ്പാക്ട് പ്ലെയറായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഫോറിൻ ഫാസ്റ്റ് ബോളറിനെയും ഒരു ഇന്ത്യൻ ഫാസ്റ്റ് ബോളറിനെയും. അതിൽ എടുത്തു പറയേണ്ട ഒരു പേര് എന്ന് പറയുന്നത് റസിക് സലാം എന്ന് പറയുന്ന ഒരു താരമുണ്ട്. ആ താരത്തിനെ അവർ വേണമെങ്കിൽ ഇമ്പാക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹം. ഒരു 130, ഒരു എക്സ്പ്രസ് പേസ് ഒന്നുമല്ല, ഒരു 130-135 കിലോമീറ്റേഴ്സിലേക്ക് എറിയാൻ പറ്റുന്ന ടോപ്പ് ക്ലാസ് ബോളറാണ്. നല്ല സ്ലോവർ റണ്ണുകളും യോർക്കറുകളും ഒക്കെ എറിയാൻ പറ്റുന്ന ഒരു യങ്സ്റ്റർ ആണ് അദ്ദേഹം. ജമ്മു കാശ്മീരിൽ നിന്നുള്ള താരമാണ്. ഇപ്പോൾ ഈ ഇന്ത്യയുടെ ഈ A ടീമിന് വേണ്ടി, അതായത് എമർജിംഗ് ഏഷ്യ കപ്പിൽ നല്ലൊരു പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. കഴിഞ്ഞ വർഷം IPL എനിക്ക് തോന്നുന്നു ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ബോൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ വേണമെങ്കിൽ യഷ് ദയാലിന് പകരമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു താരമാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ശ്രീലങ്കയുടെ ഒരു ബൗളറായിട്ടുള്ള നുവാൻ തുഷാരയാണ്. ഒരു സൈഡ് ആം ആക്ഷനിൽ ലസിത് മലിംഗയെ പോലെ ബൗൾ ചെയ്യുന്ന ഒരു താരമാണ് നുവാൻ തുഷാര. അദ്ദേഹത്തിനെയും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നുവാൻ തുഷാരനെ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ടിം ഡേവിഡിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ബോളിംഗ് സമയത്ത് ഇദ്ദേഹത്തിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ ഈ ഫോറിൻ പ്ലെയറിനെ മാറ്റിയിട്ട് ഒരു ഫോറിൻ പ്ലെയറിനെ കൊണ്ടുവരിക എന്നുള്ളൊരു ഇതാണ് അവർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ അവരുടെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് അവരുടെ ഒരു വീക്ക്നെസ് എന്താണെന്നൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ അവർ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു സുയാസ് ശർമ്മയും കൃണാൽ പാണ്ഡ്യയുമാണെന്ന് പറഞ്ഞു. ഈ 2 പേർക്കും ഒരു ഭയങ്കരമായിട്ട് വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉള്ള ബൗളർമാരല്ല, എസ്പെഷ്യലി ചിന്നസ്വാമിയിലെ പിച്ചിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇനീഷ്യലി അവരുടെ ഒരു സ്ഥിതി വിശേഷം, അതായത് പവർ പ്ലേക്ക് ശേഷം ആയിരിക്കും സ്പിന്നർമാർ ബൗൾ ചെയ്യാൻ വരുന്നത് നമുക്കറിയാം. അതിനുശേഷം ഈ 2 സ്പിന്നർമാർ ബൗൾ ചെയ്യുമ്പോൾ കൃണാൽ പാണ്ഡ്യയൊക്കെ വെറുതെ എറിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ബൗളറാണ്. ഒരു നല്ല ശരാശരിയിൽ എറിഞ്ഞു പോകാൻ പറ്റുന്ന ബൗളറാണ്. പക്ഷേ ചിന്നസ്വാമി പോലത്തെ ഒരു വിക്കറ്റിൽ അടിമേടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുള്ളതാണ്. പക്ഷേ കൃണാൽ പാണ്ഡ്യയ്ക്ക് ഈ മുംബൈ ഇന്ത്യൻസിന്റെ ഗ്രൗണ്ടായ വാങ്കഡയിൽ എറിഞ്ഞ് ശീലമുള്ളത് കൊണ്ട് തന്നെ അത് ഇതുപോലെ തന്നെ ഒരു ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നന്നായിട്ട് എറിയാൻ പറ്റും, എറിഞ്ഞു പോകാൻ പറ്റും ഒരു ശരാശരി. പക്ഷേ ഒരു ടീമിനൊന്നും റൺ ത്രൂ ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് വിക്കറ്റുകളോ നേടാനായിട്ട് കൃണാൽ പാണ്ഡ്യയ്ക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ സുയാസ് ശർമ്മയ്ക്ക് അത് സാധിച്ചില്ലെങ്കിൽ RCBയുടെ ഈ മിഡിൽ ഓവേഴ്സിൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു തോട്ട് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡെത്ത് ഓവറുകളാണ്. അതായത് അവസാന ഓവറുകളിലേക്ക് കടക്കുമ്പോൾ ഈ സ്ലോ ഓവേഴ്സിലേക്ക് കടക്കുന്ന സമയത്ത് ആര് ബോൾ ചെയ്യും എന്നുള്ളതാണ്. ഹേസിൽവുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭുവനേശ്വർ കുമാർ ആയിക്കോട്ടെ, യഷ് ദയാൽ ആയിക്കോട്ടെ, ഇവരൊന്നും തന്നെ അവിടെ സ്പെഷ്യലിസ്റ്റുകളല്ല. മേ ബി ഒരു 1-2 ഓവറുകളൊക്കെ ആ സമയത്ത് എറിയാനായിട്ട് ഭുവനേശ്വർ കുമാറിന് സാധിക്കുമായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് കൂടുതലും ആദ്യം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് കൊണ്ട് തന്നെ അവസാനത്തേക്ക് വെക്കാനുള്ള സാധ്യത കുറവാണ്. അവിടെയാണ് ഒരു വീക്ക്നെസ് ഇരിക്കുന്നത്. ഡെത്ത് എറിയാൻ പറ്റുന്ന ബൗളർമാർ ഡെത്ത് ഓവറുകളിൽ, അതായത് ഒരു 15 ഓവറിന് ശേഷമുള്ള ഓവറുകളെയാണ് ഡെത്ത് ഓവറുകൾ എന്ന് വിളിക്കുക. ആ ഓവറുകളിൽ എറിയാൻ പറ്റുന്ന ബൗളർമാർ ആരാണ് എന്നുള്ളതാണ്. അവിടെയാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ സമയത്ത് നുവാൻ തുഷാരനെ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം നല്ല സ്ലോവറുകളും ഈ സൈഡ് ആം ആക്ഷനാണ്, മലിംഗയെ പോലെ യോർക്കറുകളൊക്കെ എറിയാൻ പറ്റുന്ന ഒരു ബോളറാണ്. പക്ഷേ കഴിഞ്ഞ വർഷം മുംബൈ ഇന്ത്യൻസിൽ ഉണ്ടായിരുന്നു. ഒരുപാട് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് എറിയാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ആ ഒരു പൊസിഷനിൽ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ആ ഒരു പൊസിഷൻ അവർക്ക് നന്നായിട്ട്, അല്ലെങ്കിൽ ഡെത്തിൽ നല്ലപോലെ അടിമേടിക്കും എന്നുള്ളതാണ്.
ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി ഇവരുടെ ഒരു നമ്മുടെ ബാറ്റിംഗ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ വീക്ക്നെസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇനി അവരുടെ ഒരു സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, വീക്ക്നെസ് ഒരു പ്രധാനപ്പെട്ട വീക്ക്നെസ് ഒരെണ്ണം ഞാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു നല്ല ലെഫ്റ്റ് ഹാൻഡർ ഇല്ല എന്നുള്ളതാണ്. ആ ലെഫ്റ്റ് ഹാൻഡർ ഇല്ല എന്ന് പറയാനുള്ള കാരണം ആദ്യത്തെ 6 ബാറ്റർമാരെ നമ്മൾ നോക്കിയാൽ എല്ലാവരും തന്നെ റൈറ്റ് ഹാൻഡേഴ്സ് ആണെന്ന് കാണാൻ സാധിക്കും. കൃണാൽ പാണ്ഡ്യയാണ് ഒരു 7ാമത്തെ പൊസിഷനിൽ ഒരു ലെഫ്റ്റ് ഹാൻഡർ ഉള്ളത്. ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിനെ നേരത്തെ കയറ്റിയുണ്ട്. ഈ ലെഫ്റ്റ് ആം റൈറ്റ് ആം കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡർ ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്നൊരു ചോദ്യം വരാം. അങ്ങനെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഗ്രൗണ്ടുകളിലും ഒരു സൈഡ് ചെറുതും ഒരു സൈഡ് വലുതുമായിരിക്കും മിക്കപ്പോഴും. അങ്ങനെയുള്ള സമയത്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് ബോൾ ചെയ്യാനായിട്ട്, 6 അടിപ്പിക്കാത്ത വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ബോൾ ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡർ ഇല്ലെങ്കിൽ ഒരു ലെഗ് സ്പിന്നറും ഒരു ലെഫ്റ്റ് ആം സ്പിന്നറും ഒക്കെ ഈ റൈറ്റ് ഹാൻഡർമാർക്ക് നന്നായിട്ട് ബോൾ ചെയ്ത് പോകും എന്നുള്ളത് നമ്മൾ കാണാറുണ്ട്. നല്ല എക്സലന്റ് ആയിട്ട് ഓപ്പോസിറ്റ് ടീമിൽ ഒരു നല്ല ലെഫ്റ്റ് ആം സ്പിന്നറോ ഒരു നല്ല ലെഗ് സ്പിന്നറോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ റൈറ്റ് ഹാൻഡർമാരെ നിർത്തി എറിഞ്ഞു പോകാനായിട്ട് സാധിക്കും. പക്ഷെ ആ സമയത്ത് ഒരു നല്ല ലെഫ്റ്റ് ഹാൻഡർ ഉണ്ടെങ്കിൽ അത് അത്ര ഈസി അല്ല. ഈസി ആയിട്ട് ഈ ലെഫ്റ്റ് ആം സ്പിന്നറിനെയും ലെഗ് സ്പിന്നറിനെയൊക്കെ അടിച്ച് പുറത്ത് കളയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ ലെഫ്റ്റ് ഹാൻഡർ ഇല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ 6 പേര് ആദ്യത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള 6 പേരാണ്, നല്ല പവർ ഹിറ്റിംഗ് ക്വാളിറ്റിയുള്ള ആളുകളാണ്. പക്ഷേ ലെഫ്റ്റ് ഹാൻഡർ ഇല്ല. 7ാമത് വരുന്ന ആളാണ് ലെഫ്റ്റ് ഹാൻഡർ എന്നുള്ളത് ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി നമ്മൾ അവരുടെ ഒരു സ്ട്രെങ്ത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷത്തേക്ക് ടീമിനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ബോളിംഗ് സെറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ വീക്ക്നെസ്സുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നല്ല ഒരു ടീമിനെ സെറ്റ് ചെയ്യാനായിട്ട് ഹേസിൽ വുഡും അതുപോലെ തന്നെ യശ് ദയാലും ഭുവനേശ്വർ കുമാറും, ഈ 3 പേരും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇനി അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിന്നസ്വാമി പോലെയുള്ള ഒരു പിച്ചിൽ കളിക്കുന്ന സമയത്ത് റണ്ണ് കണ്ടെയ്ൻ ചെയ്യാന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. എന്ന് വെച്ചാൽ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല. റണ്ണ് പോയിക്കൊണ്ടേയിരിക്കും, 7, 8, 9 റൺസൊക്കെ വെച്ച് അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കാരണം അത്രയ്ക്ക് ബാറ്റിംഗ് ഫ്രണ്ട്ലിയാണ്, ഗ്ലാസ് ഇട്ട പോലത്തെ പിച്ചാണ്. അപ്പോൾ അവിടെ ഈ റണ്ണ് കണ്ടെയ്ൻ ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം അപ്പ് ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ബോളർമാരാണ് അവർക്ക് ആവശ്യമുള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ നോക്കിയ അൽസാരി ജോസഫ്, അതുപോലെ തന്നെ ലോക്കി ഫർഗ്യൂസൺ അല്ലെങ്കിൽ ടോം കറൻ, ഇവരൊന്നും തന്നെ ഈ ന്യൂ ബോളിൽ അപ്പ് ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ പറ്റുന്നവരല്ല. പക്ഷേ ജോഷ് ഹേസിൽവുഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഭുവനേശ്വർ കുമാർ ആണെങ്കിലും ഇവർ 2 പേരും ബോൾ നന്നായിട്ട് സ്വിംഗ് ചെയ്യിക്കുന്ന ബോളർമാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഒരു ടീമിനെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് ആ പവർ പ്ലേയിൽ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ല അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ അവിടെ യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഈ ഡെത്ത് ഓവേഴ്സിലൊരു പ്രശ്നം വരുമെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇനീഷ്യലി ഈ ജോഷ് ഹേസിൽവുഡും ഭുവനേശ്വർ കുമാറും എറിയുന്ന ഓവറുകൾ ക്രൂഷ്യലാണ്. അതിപ്പോൾ ആ ഒരു പവർ പ്ലേ കഴിയുന്ന സമയത്ത് ഒരു 50 റൺസിന് 3 വിക്കറ്റ് ഓപ്പോസിറ്റ് ടീമിന് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വിജയിച്ചു എന്നുള്ളതാണ്. അതല്ല ഇവരുടെ ഓവറുകളിൽ ഒരു 6 ഓവറിൽ ഒരു 50 റൺ പോയി വിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഓവറിൽ സ്പിന്നർമാർക്ക് അടി വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ചിന്നസ്വാമിയിൽ. മറ്റുള്ള ഗ്രൗണ്ടുകളുടെ കാര്യം ഞാൻ അധികം പറയുന്നില്ല. അപ്പോൾ ഇതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അപ്പ് ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ബൗളർമാർ ഉണ്ട് എന്നുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പവർ പാക്ഡ് ആയിട്ടുള്ള ബാറ്റിംഗ് നിര, അത് എന്നും അവർക്ക് ഉണ്ടായിട്ടുള്ളതാണ് ഈ പ്രാവശ്യവും. അതുപോലെ തന്നെ നല്ല ക്ലാസ് ആയിട്ടുള്ള ആളുകളെ ടീമിലേക്ക് ബാറ്റർമാരെ കൊണ്ടുവരുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ചിന്നസ്വാമി പോലെയുള്ള ഒരു വിക്കറ്റിൽ അടിച്ച് പുറത്ത് കളയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈസി ആയിട്ട് ഒരു 10 റൺ വെച്ച് സ്കോർ ചെയ്യാൻ പറ്റുന്ന ബാറ്റർമാർ നല്ലപോലെ ഡെപ്തിലുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വർഷം ഇപ്പോൾ അവരുടെ ടീമിനെ ആരായിരിക്കും ക്യാപ്റ്റൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കിങ് കോഹ്ലി തിരിച്ചു വരും എന്നുള്ളതാണ് ക്യാപ്റ്റൻസിയിലേക്ക്. അദ്ദേഹം തന്നെ ആയിരിക്കും. കാരണം ഈ ടീമിൽ എനിക്ക് നോക്കിയിട്ട് മറ്റൊരു ക്യാപ്റ്റനെ കാണുന്നില്ല, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ക്യാപ്റ്റൻസി ഏൽപ്പിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഈ മാനേജ്മെന്റ് കോഹ്ലിയുമായി സംസാരിച്ച് അദ്ദേഹത്തിനെ ക്യാപ്റ്റൻസി അദ്ദേഹം ഏറ്റെടുക്കാമെന്ന് ഉറപ്പിച്ചതിന് ശേഷമായിരിക്കണം ഈ ഓപ്ഷനിലൊക്കെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഓപ്ഷനിൽ വന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹം ഉള്ളത് കൊണ്ട് തന്നെ മറ്റൊരു ക്യാപ്റ്റൻസി മെറ്റീരിയലിന് വേണ്ടിയിട്ട് ഒരുപാട് ബലം പിടിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ പോയിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ്, എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് കോഹ്ലി ക്യാപ്റ്റനായിട്ട് തിരിച്ചു വരും എന്നുള്ളതാണ്. അത് അങ്ങനെ വരികയാണെങ്കിൽ RCB ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല എക്സലന്റ് ആയിട്ടുള്ള ന്യൂസാണ്. ആദ്യത്തെ ദിവസത്തെ ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് നെറ്റി ചുളിച്ചിരുന്നു ഞാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ബൗളർമാരിലേക്ക് പോകാണ്ട് ഒരുപാട് ബാറ്റർമാരിലേക്കാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. ഈവൻ വെങ്കടേഷ് അയ്യർക്ക് വേണ്ടി അവസാനം വരെ ഏകദേശം 20 കോടിക്ക് മുകളിൽ വരെ പോയപ്പോൾ പോലും അവർ ബിഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്തിനാണ് ഇത്രയും വലിയൊരു തുകയ്ക്ക് അദ്ദേഹത്തിന് വേണ്ടി പോകുന്നത് എന്നുള്ളൊരു ചോദ്യം അപ്പോൾ മനസ്സിൽ വന്നിരുന്നു. പക്ഷേ 2ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശമൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. പക്ഷേ വിജയത്തിന് വേണ്ട ചേരുവ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, നല്ലൊരു മൈൻഡ് സെറ്റാണ്, നല്ലൊരു ഫാമിലി പോലെയുള്ള ഒരു യൂണിറ്റ് ആയിരിക്കണം, നല്ല രീതിയിലുള്ള ഒരു ഡീലിംഗ് ആണ് അവിടെ വേണ്ടത്. അത് കോഹ്ലിക്ക് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഏതായാലും 17 വർഷമായിട്ട് കപ്പ് നേടാൻ കഴിയാതെ പോയ ഇത്രയും ആരാധകരുള്ള RCBക്ക് ഈ വർഷമെങ്കിലും കപ്പ് നേടാനായിട്ട് സാധിക്കട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു ടീമിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.